അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അന്നും അതാ അവളെ നല്ല രീതിയിൽ അവൻ ഉപദ്രവിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് അരിശത്തോടെ അവൻ ഇറങ്ങിപ്പോവുകയും ചെയ്തു. താഴെയുള്ള ആ ചേച്ചിയോട് പറഞ്ഞു, അതേ, ഞാൻ ഇന്ന് പുറപ്പെടുകയാണ്, 2 ദിവസം ഇവിടെ ഉണ്ടാവില്ല. പിന്നെ വരുമ്പോഴേക്കും 2-3 റൂം സെറ്റാക്കി വെച്ചോളി. പിന്നെ എന്തെന്ന് വെച്ചാൽ കുറച്ച് പുതിയ പാർട്ടിയുണ്ട്. ആ, ആയിക്കോട്ടെ. പിന്നെ മുകളിലൊരുത്തിയുണ്ട്, അവളെ കാര്യം അറിയാലോ. അവള് വിളഞ്ഞ വിത്താണ്. എന്താന്നോ, എത്രയൊക്കെ തന്നെ ഉപദ്രവിച്ചാലും ചില സമയത്ത് അവളുടെ കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ തീയിട്ട് കൊല്ലാനാ തോന്നുക. ആ, അതൊന്നും ചെയ്യണ്ട. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കേസായിത്തീരും. കേസോ? ആർക്ക്? എനിക്കോ? പിന്നെ എന്താന്നില്ലേ, രാജേഷിൻ്റെ കീഴിലുണ്ട് ചേച്ചിയെ കുറേ പോലീസുമാർ. അവർക്ക് ക്യാഷ് അങ്ങ് എണ്ണി കൊടുത്തു കഴിഞ്ഞാലേ അവർ താനേ അങ്ങ് കയറി വരും. അത് നമ്മളുടെ അരികിലേക്ക്. അല്ലാതെ എന്നെ പിടിച്ചു കൊണ്ടുപോകാനല്ല, ഏത് കേസും ഒതുക്കാൻ അവർ മതി. അതിനല്ലേ മണി. പണത്തിൻ്റെ മേലെ പരുന്തും പറക്കില്ലെന്ന് ചേച്ചിക്കറിയില്ലേ? രാജേഷിൻ്റെ ബിസിനസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ. അതെ, പിന്നെ പറഞ്ഞില്ലെന്ന് വേണ്ട. മുകളിലത്തെ അവളുണ്ടല്ലോ, ആ ഒരു പെണ്ണ്, ആ പെണ്ണിനെ എനിക്ക് തീയിട്ട് കത്തിക്കാനാണ് തോന്നുന്നത്. പക്ഷേ അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ലക്ഷ്യം വെച്ചാണ് നിൽക്കുന്നത്. എന്തായാലും നോക്കിക്കോണം, ഓക്കെ. അയാൾ അത് പറഞ്ഞ് അതാ ശക്തമായി കോണിപ്പടികൾ ചവിട്ടി ഇറങ്ങിപ്പോയി. അത് അവൾ ശ്രദ്ധിച്ചു. ഒരു വിലപിടിപ്പുള്ള കാറ് സ്റ്റാർട്ടാക്കുന്ന ശബ്ദവും കേട്ടു. ഒരു നിമിഷം അവളുടെ മനസ്സിൽ വല്ലാത്തൊരു ആശ്വാസം. ഹോ, ഷെയ്ത്താൻ പോയെന്ന് തോന്നുന്നു. അല്ലാ, ഹോ, വയ്യ. അതെ, പതിവ് പോലത്തെ ഉപദ്രവം വീണ്ടും അവൻ ചെയ്തിരിക്കുന്നു. അവൾ വീണ്ടും അതാ ദയനീയമായി ആ ജനാലയുടെ പുറത്തേക്ക് നോക്കി. പുറത്തേക്കൊന്ന് രക്ഷപ്പെട്ട് ആ കൊച്ചു വീട്ടിലൊന്ന് എത്തിപ്പെട്ടാലും എനിക്ക് സമാധാനമായിരുന്നു. അവൾ പതുക്കെ കോണിപ്പടികൾ ഇറങ്ങി ആ ചേച്ചിയുടെ അരികിൽ വന്നു. കുഞ്ഞേ, ആ പിന്നെ രാജേഷ് പോയിട്ടുണ്ട്, 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുട്ടിയെ നല്ല ശ്രദ്ധിക്കാനും പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയെ, എനിക്കിവിടെ നിൽക്കാനാവുന്നില്ല. ഇനി എനിക്കാവില്ല. മോളെ, നീ ഗർഭിണി ആയതുകൊണ്ടാണ് നിനക്ക് മുകളിലത്തെ റൂം നല്ല സ്ഥലമൊക്കെ തന്നിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ സ്ഥിതി ആലോചിച്ച് നോക്ക്. എല്ലാം ഓൻ്റെ കിണിയിൽ പെട്ട് വന്നതന്നല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര കിട്ടിയാലും മക്കൾ പഠിക്കൂലല്ലോ. ഹോ, എൻ്റെ അമ്മേ, എന്തൊക്കെ തന്നെയാലും വല്ലാത്തൊരു പുലിവാലായിപ്പോയത്. ഞാനാണെങ്കിൽ ഇവിടെ വന്ന് പെട്ടും ചെയ്തു. പട്ടിണി മൂലം പിന്നെ എന്തെങ്കിലും ജോലി കിട്ടിയായെന്ന് വിചാരിച്ചു വന്നതാണ്. പക്ഷേ ഇതാണ് ഇതിനുള്ളിൽ നടക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അഥവാ ഞാനിതെങ്ങാനും പുറത്താരുടെയും പറഞ്ഞാൽ എന്നെ വെച്ചേക്കില്ല, എന്നെ തുണ്ടും തുണ്ടുമാക്കും. അതുകൊണ്ട് എന്തൊക്കെ തന്നെയാലും എനിക്ക് പൈസ കിട്ടുന്നതല്ലേ, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല മോളെ. നിങ്ങളുടെ സ്ഥിതിയൊക്കെ ഞാൻ എന്തെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഓ, അല്ല, കുട്ടിൻ്റെ വീട് എവിടെ? എൻ്റെ വീട്, അവൾ ഓർത്തു. അതെ, ഞാൻ എൻ്റെ ഉമ്മയെയും ഉപ്പയെയും ചീത്ത പറഞ്ഞു പോയതാണ്. കുട്ടിൻ്റെ ഭർത്താവോ? അത് അദ്ദേഹത്തേക്ക് വിട്ടെറിഞ്ഞ് ഞാൻ വന്നതാണ്. അതുകൊണ്ട് ഇനി അവരൊക്കെ പോയി, അവരൊന്നും ഇവിടെ ഇല്ല. ഓ, എന്തിനാ കുട്ടി വേണ്ടാത്ത പണിക്ക് നിന്നത്? ഇപ്പം കണ്ടില്ലേ കുട്ടി ഇടങ്ങാറാവുന്നത്. ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചവരാണെങ്കിൽ പിന്നെ ഇതിനായിട്ട് വേണ്ടി നിൽക്കണം. പാതി വിഴയിലെ അതൊക്കെ ഉപേക്ഷിച്ചാലേ ഇതുപോലുള്ള ഇവന്മാരുടെ ഉപദ്രവമെല്ലാം അനുഭവിക്കേണ്ടി വരും. പിന്നെ ഈ സ്ഥാപനത്തിന് ചുറ്റുഭാഗത്തും CCTV ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാന്നുള്ളതൊന്നും നടക്കൂല കുട്ടിയെ. പിന്നെ ഓ, എനിക്കൊന്നും പറയാൻ പോലും കഴിയുന്നില്ല. മക്കൾ തന്നെയല്ലേ, നിങ്ങൾ നിങ്ങളുടെ ജീവിതം തിരഞ്ഞെടുത്തു, ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്നു. എനിക്ക് എന്ത് പറയാനാ ഇതിമലൊക്കെ. ഇന്നാ കുട്ടി ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറഞ്ഞ് അവളുടെ നേരെ നീട്ടിയ ആ ഒരു ഭക്ഷണം അവൾക്കത് കഴിക്കാൻ കഴിയുന്നില്ലായിരുന്നു. കാരണം കൈകളിലും മുറിവാണ്. ഓ, ചവിട്ടിയരക്കുന്ന ആ ഒരു രംഗം. അവനെന്തെൻ്റെ കൈകാലുകൾ മാത്രം എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുകയല്ലാതെ. പക്ഷേ മോളെ, 2 ദിവസമെന്ന് പറഞ്ഞ് പോയിക്കണേ. ഒരിക്കൽ പോലും ഓനെ വിശ്വസിക്കാൻ പറ്റൂല. പരീക്ഷിക്കാൻ വേണ്ടി അവൻ അവിടെയും ഇവിടെയൊക്കെ ഒളിച്ചു നിൽക്കും. ആനക്കള്ളനാണ്. ഓ, ഞാൻ പറയുന്നൊന്നും പറഞ്ഞു പോവരുതേ മോളെ. എൻ്റെ തല വെട്ടും ഓന്, അതാണ് ആള്. ഓ, എൻ്റെ അമ്മേ. ആ ചേച്ചി നീട്ടിയ ഭക്ഷണം പതുക്കെ അവൾ എങ്ങനെയൊക്കെയോ കഴിച്ചു. നന്നായിട്ട് വിശപ്പുണ്ട്, പക്ഷേ ഛർദ്ദിക്കാനും വരും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അവൾ പതുക്കെ ആ കോണിപ്പടികൾ കയറി മേലോട്ട് പോയി.
അവൾ ഓർത്തു, എത്ര സുഖമായിരുന്നു എൻ്റെ ഷെഫി ഉസ്താദിൻ്റെ വീട്. ആ ഉമ്മ എനിക്ക് എന്നും ഭക്ഷണം തരുമായിരുന്നു. അതൊന്നും ഞാൻ എത്ര പ്രാവശ്യം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അത് രാജേഷിനെ കാണാൻ വരുമായിരുന്നു ഞാൻ. അവൻ്റെ കൂടെ ഒരുപാട് ഞാൻ നടന്നു. അവസാനം ഇങ്ങനൊരു കുഴിയിലാണ് കൊണ്ട് ചാടിച്ചത്. അറിയില്ലല്ലോ. ഇപ്പം എൻ്റെ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവളുടെ വയറ്റിൽ കിടന്ന് ആ കുഞ്ഞ് അതാ അനങ്ങുന്നു. അവൾ പതുക്കെ ആ കുഞ്ഞിൽ ആ വയറ്റിൽ കൈവച്ചു. അല്ലാ, എന്ത് ചെയ്യാൻ, എൻ്റെ ഈമാനൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഞാനിപ്പോൾ ഒന്നുമല്ല, കാഫിറായി മാറിയില്ലേ. അതെ, ഒരു കാഫിറിൻ്റെ കൂടെ ഇറങ്ങി തിരിച്ച അത്രക്കും ഭാഗ്യം കെട്ട പെണ്ണല്ലേ ഞാൻ. ആ നല്ല പരിശുദ്ധനായ ഉസ്താദിൻ്റെ കൂടെ ജീവിക്കണതിന് പകരം ഈ കാട്ടാളൻ്റെ കൂടെ ഇറങ്ങി വന്നതല്ലേ ഞാൻ. അവൾ കരഞ്ഞുകൊണ്ട് പതിവ് പോലെ അവൾ അതാ അവിടെ ആ കട്ടിലിൽ ഇരുന്നു. അവൾക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. ഭയമായിരുന്നു. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അവൾ ചുറ്റുഭാഗത്തുമായി നോക്കി. ഓ, ഈ റൂമിൽ കുറച്ചധികമാണ് CCTV എന്ന് തോന്നുന്നു. അവൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ഇല്ല, രാത്രി ഇരുട്ടായി കഴിഞ്ഞിരിക്കുന്നു. ഒന്നും കാണുന്നില്ല. ഇന്ന് ചന്ദ്രനുമില്ല. ആ കൊച്ചുകുടിലിൽ വെളിച്ചമെല്ലാം അണഞ്ഞു പോയിരിക്കുന്നു. അവൾ പുറത്തേക്ക് നിസ്സഹയായി നോക്കി. അറിയാതെ അവൾ ആ കട്ടിലിൽ കിടന്ന് മയങ്ങിപ്പോയി. ഓ, എന്തൊക്കെയോ ക്ഷീണം വരുന്നു. അതെ, ഈ ഗർഭിണിയായ സമയത്ത് ഭർത്താവ് കൂടെ ഉണ്ടാകുന്ന സമയം അത് വല്ലാത്തൊരു സമയം തന്നെയാണ്. പക്ഷേ എനിക്ക് അതിനുള്ള യോഗമില്ലാതായി പോയല്ലോ. അതെ, ഞാനായിട്ടില്ലാതാക്കി തന്നെ, വേറെ ആരുമല്ല. അവൾ ഉറക്കത്തിലേക്ക് പതുക്കെ വഴുതി വീണു. ഒരു നിമിഷം അവൾ ഓർത്തത് തൻ്റെ കുഞ്ഞിൻ്റെ പിതാവിനെയായിരുന്നു. അത് എൻ്റെ കുഞ്ഞിൻ്റെ പിതാവ് ഷെഫി ഉസ്താദ് എത്ര നല്ല സ്വഭാവക്കാരനായിരുന്നു. അദ്ദേഹം എൻ്റെ കൂടെയായിരുന്നെങ്കിൽ എനിക്ക് അദ്ദേഹം. അവൾ ഓരോന്ന് ഓർത്തു. അങ്ങനെ അതാ അവൾ അന്നും ആ സമയമായപ്പോൾ പുലർച്ചെ 3:30 മണിക്ക് അവൾ സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് ഖുർആൻ പാരായണം ചെയ്യുന്നു. തൻ്റെ ഷെഫി ഉസ്താദിൻ്റെ ഖുർആൻ പാരായണമാണ് കേൾക്കുന്നത്. അവൾ സ്വപ്നത്തിൽ അതിങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ അറിയാതെ ഞെട്ടി ഉണർന്നു. അല്ലാ, പഠിച്ചോനെ. അവൾ ജനാലയുടെ അരികിലേക്ക് പതുക്കെ, എനിക്ക് കഴിയുന്നില്ല. ഓൻ്റെ അമ്മ. അതെ, ഗർഭിണിയല്ലേ, അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. പതുക്കെ അവൾ എഴുന്നേറ്റു. ഓൻ്റെ അമ്മ. അല്ലാ, നീ കാക്ക്. അവൾ ജനാല പതുക്കെ തുറന്നു നോക്കുമ്പോൾ അതാ ആ കുടിലിനുള്ളിൽ നിന്ന് വെളിച്ചം കാണുന്നു. ഒരു നിമിഷം അവൾക്ക് സമാധാനം തോന്നി. എന്തെന്നറിയില്ല, അത് കാണുമ്പോൾ വല്ലാത്തൊരു സമാധാനമാണ്. ആ ഖുർആൻ പാരായണം അത് കേൾക്കുന്നു. ആട്ടിൻകൂട്ടിൽ നിന്ന് ആടുകൾ കരയുന്നു. ഓ, സുബഹിൻ്റെ ബാങ്കുലി അതാ കുറച്ചപ്പുറത്ത് നിന്ന് കേൾക്കുന്നു. അടുക്കളയിൽ നിന്ന് പുക ഉയരുന്നു. ആ ചെറിയ കുടിലിൻ്റെ മുകളിലൂടെ അതാ പുക പരക്കുന്നു. അവൾക്ക് തോന്നി, എന്തൊരു നല്ല സുഖമായ ജീവിതം. അതെ, ഇസ്ലാമികമായി ജീവിക്കുന്ന ഒരു കുടുംബം, കൃഷിയിടം, ഒരു ഉമ്മയും മകനും മാത്രം. ഉമ്മ പതിവ് പോലെ തന്നെ അതാ പുലർച്ചെ നേരം വെളുക്കുന്നതിന് മുമ്പായിട്ട് അമ്മയിലിട്ട് എന്തൊക്കെയോ അരക്കുന്നു. പഴയകാല ചിത്രം അവളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ അതാ അദ്ദേഹം കൈക്കോട്ടും തോളിലിട്ടുകൊണ്ട് ഇറങ്ങുന്നു. പതിവ് പോലെ അവളത് നോക്കിക്കൊണ്ടിരുന്നു. ഒരു നിമിഷം അയാൾ പാടത്തേക്ക് വരുമ്പോൾ അറിയാതെ അയാളുടെ കണ്ണുകൾ ആ മുകളിലുള്ള ജനാലയിലേക്ക് അതാ നീളുന്നു. അവൾ അത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ അതേ ഷമീറിൻ്റെ കണ്ണുകളിൽ അറിയാതെ ടച്ചാകുന്നു. ഒരു നിമിഷം അയാൾ വീണ്ടും അവളെ നോക്കി. എന്തായിരിക്കും ആ പെൺകുട്ടി എന്നെ തന്നെ നോക്കി നിൽക്കുന്നത്? അയാൾക്ക് മനസ്സിലായില്ല. അയാൾ തൻ്റെ ജോലി തുടർന്നുകൊണ്ടേയിരുന്നു. പുലർച്ചെ തന്നെ കൊത്തലും കിളക്കലും എല്ലാം കാണും. എല്ലാത്തിനും വളം ചേർക്കലും കൊത്തി എടുക്കലും അങ്ങനെ കൊട്ടയിലാക്കി കൊണ്ടുപോകലും വയൽവരമ്പിലൂടെ നടക്കലും ആ ഒരു കാഴ്ചയെല്ലാം അവൾ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും ഉമ്മയും പുറത്തെത്തി. അതെ, ആ യുവാവ് പിന്നീട് പോയത്
പാല് കറക്കാനായിരുന്നു. പതിവ് പോലെ പാല് വലിയൊരു പാത്രത്തിലേക്ക് കറന്നെടുത്തു. നല്ല കരുത്തനായ ഒരു യുവാവ്, പക്ഷേ ഇസ്ലാമികമാണ്. അതെ, അദ്ദേഹത്തിൻ്റെ ഖുർആൻ പാരായണം അത് എന്തൊരു മനോഹരമാണ് കേൾക്കുമ്പോൾ. എങ്ങനെയെങ്കിലും അവിടേക്കൊന്ന് എത്തിയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി. ആ യുവാവ് ഇടയ്ക്കിടെ തന്നെ നോക്കുന്നുണ്ട്. ഒരു നിമിഷം ആ യുവാവിൻ്റെ മനസ്സിലേക്ക് എന്തോ കടന്നുകൂടിയോ അറിയില്ല. ഉമ്മാ. എന്താ മോനെ? ഉമ്മാ, ആ വീട്ടിൽ നിന്ന് ഞാൻ കേൾക്കുവാറുള്ള കരച്ചിൽ ആ പെണ്ണിൻ്റേതാണെന്ന് തോന്നുന്നു. പൊന്നു മോനെ, ഞാൻ പറഞ്ഞതല്ലേ, നമ്മൾ വല്ലാത്തൊരു വിഷമകരമായ ഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നമ്മളിവിടെ നല്ല സമാധാനത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. പക്ഷേ ആ ബിൽഡിംഗ് അവിടെ വന്നതിന് ശേഷം അതിലാരൊക്കെ എന്തൊക്കെയോ തെറ്റായ പ്രവൃത്തികൾ നടക്കുന്നുണ്ട് മോനെ. അത് ഉമ്മ, ഒരു പക്ഷേ എല്ലാവരും തെറ്റ് ചെയ്യുന്നില്ലെങ്കിലോ? എന്താ മോൻ പറഞ്ഞത്? ഉമ്മ, മുകളിലത്തെ റൂമിൽ നിന്ന് കരയുന്നൊരു പെൺകുട്ടി, ആ പെൺകുട്ടി ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടു ഉമ്മ. പൊന്നു മോനെ, എൻ്റെ പൊന്നു മോൻ അതിലൊന്നും പെടല്ലേട്ടോ. അല്ലമ്മ, ദയനീയമായി എന്നെ നോക്കുന്നത് കണ്ടു. എൻ്റെ പൊന്നു മോനെ, തെറ്റ് ചെയ്യുന്നവർ താമസിക്കുന്ന ഫ്ലാറ്റാണത്. അതിലേക്ക് എൻ്റെ പൊന്നുമോൻ പിഴച്ച് ഒരിക്കൽ പോലും അങ്ങോട്ട് നോക്കുക പോലും ചെയ്യരുത്. ആ ഉമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും ആ യുവാവിന് ഭയം തോന്നി. ഉമ്മ, അല്ലുമ്മ, നമ്മളോട് ആരെങ്കിലും സഹായത്തിന് അഭ്യർത്ഥിക്കുകയാണെങ്കിലോ? പൊന്നു മോനെ, ഇനി പിടിച്ചു കൊണ്ടുവന്നതൊക്കെയാണെങ്കിൽ നമുക്ക്, പക്ഷേ അവിടെ ഒരുത്തനുണ്ട് എൻ്റെ അമ്മോ, ഒന്നിനും മടിക്കാത്തതായിരിക്കും. എൻ്റെ കുട്ടി ഗുണത്തിനും ദോഷത്തിനും പോകണ്ട. തൽക്കാലം എൻ്റെ കുട്ടി നമ്മുടെ ജീവിതമായിട്ട് നമുക്കിവിടെ കഴിയാം. എന്താ? എന്നാൽ ആ യുവാവിനെ കാണുമ്പോൾ അവളുടെ മനസ്സിലേക്ക് ഷെഫി ഉസ്താദാണ് ഓർമ്മയായിട്ട് വരുന്നത്. യുവാവിനെ എങ്ങനെയെങ്കിലും എൻ്റെ സ്ഥിതിഗതികൾ ഒന്ന് അറിയിച്ചാലോ എന്ന് അവൾക്ക് തോന്നിത്തുടങ്ങി. അദ്ദേഹം പിന്നെയും അത് തോട്ടത്തിലേക്ക് വന്നു. അവിടെ കൃഷിപ്പണികൾ തുടങ്ങി. അവൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം അയാളും നോക്കി. ആംഗ്യഭാഷയിൽ എന്തെന്ന് ചോദിച്ചു. അവൾ വിതുമ്പിക്കരഞ്ഞു. രക്ഷിക്കണം എന്നെ. അത് പറഞ്ഞുകൊണ്ട് അവൾ കരഞ്ഞു. ഒരു നിമിഷം ആ യുവാവിൻ്റെ മനസ്സിനുള്ളിലേക്ക് വല്ലാത്തൊരു അലിവ് തോന്നുകയാണ്. റബ്ബേ, ഇതിനുള്ളിൽ കിടക്കുന്നത് നിരപരാധികളായ പെണ്ണുങ്ങളുണ്ടെങ്കിലോ? എന്താ അറിയില്ല. ആ യുവാവ് അങ്ങോട്ട് കടന്നു വരാൻ ശ്രമിക്കുമ്പോൾ അവിടെ വലിയ ചുറ്റുമതിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കണക്കിനും അങ്ങോട്ട് കടക്കാനുള്ള അനുമതിയില്ല. മുൻഭാഗത്ത് വലിയൊരു ഗേറ്റ്, അല്ലാതെ പിറകുവശത്തോ ഒരു ഗേറ്റും കാര്യങ്ങളൊന്നുമില്ല. മതിലാണെങ്കിൽ കമ്പിവേലിയാണ് മൂർച്ചയുള്ള കെട്ടിവെച്ചിരിക്കുന്നത്. കൂടെ കുപ്പിച്ചില്ലും തറച്ചിട്ടുണ്ട്. അയാൾ വിചാരിച്ചു, എന്തിനാണ് ഇവിടെ ഇത്രയധികം സേഫ്റ്റി? പക്ഷേ അവൾക്ക് അവളുടെ യാതനകളെല്ലാം അദ്ദേഹത്തെ അറിയിക്കണമെന്ന് തോന്നുകയാണ്. അവിടെ കണ്ട ഒരു കടലാസ് അതവളെടുത്തു. പക്ഷേ എഴുതാൻ പേനയോ ഒന്നുമില്ല. എങ്ങനെയെങ്കിലും ഒരു പേന കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ വിവരങ്ങളെല്ലാം എഴുതി അദ്ദേഹത്തിന് എറിഞ്ഞു കൊടുത്താൽ എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞാലോ? അതെ, രാജേഷ് വരുന്നതിന് മുമ്പായിട്ട് നടക്കണം കാര്യങ്ങളൊക്കെ. അവളൊരു പേന കിട്ടുമോ എന്ന് അന്വേഷിച്ച് ആ റൂമിൻ്റെ 4 ഭാഗത്തുമായി തിരിഞ്ഞു. ഒടുവിൽ അവിടെ തേഞ്ഞ ഒരു കടലാസ് പെൻസിലാണ് അവൾക്ക് കിട്ടിയത്. ആ ഒരു പേപ്പറിൽ അവൾ എഴുതുകയാണ്, എങ്ങനെയെങ്കിലും ഇതവൻ്റെ കൈകളിലെത്തിക്കിട്ടിയാൽ ഒരു പക്ഷേ എനിക്ക് രക്ഷയുണ്ടാകും. അവൾ അതിലെഴുതി, എന്നെ രക്ഷിക്കണം പ്ലീസ്. അതുമാത്രം എഴുതി അവൾ കൈകളിൽ വെച്ചു. അതെ, അവൻ അവിടെയുള്ള സമയത്ത് അതങ്ങിട്ട് കൊടുക്കണം. ഒരു പക്ഷേ അവനെക്കൊണ്ട് എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു കൊച്ചു കുടലിൻ്റെ ഒരു മൂലയിൽ അല്പം സ്ഥലം തന്നാൽ മതി. എനിക്ക് വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. വേറൊന്നും എനിക്ക് വേണ്ട. സുഖമോ സൗകര്യമോ ഒന്നും വേണ്ട. അവൾ അപ്പോഴും തൻ്റെ ഉസ്താദിനെ ഓർത്തു. അതെ, എൻ്റെ ഷെഫി ഉസ്താദ്. അദ്ദേഹം ഇപ്പോൾ ഗൾഫിലാണ്. അതെ, പുതിയൊരു ഭാര്യയുമൊത്ത് ജീവിക്കുകയാണ്. പക്ഷെ ഞാനാണെങ്കിൽ ഈ ഒരു കുഴിയിൽ അകപ്പെട്ടു പോയി. എൻ്റെ കുറ്റം കൊണ്ട് തന്നെ അത് ഞാൻ തന്നെയല്ലേ അനുഭവിക്കേണ്ടത്. അവൾ വേദനയോടെ അതോർത്തു. ആ യുവാവ് വരുന്നതും നോക്കി അവൾ ആ കൊച്ചുകുടിലേക്ക് നോക്കി നിന്നു. ആ കൊച്ചുകുടിലിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ
അവളുടെ കയ്യിലുള്ള ആ ഒരു കടലാസ് കഷ്ണം അദ്ദേഹത്തിന് ഇട്ടുകൊടുക്കണം. ഒരു പക്ഷേ അദ്ദേഹം അത് വായിച്ച് എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നാലോ? അവൾ ഒരുപാട് ആഗ്രഹിച്ചു പോയി. അങ്ങനെ അതാ അവൾ ആ യുവാവിനെ കാത്തിരിക്കുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതെ, അത് സക്സസ് ആകുമോ അതോ രാജേഷ് അത് കണ്ടുപിടിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.